പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈ കൊച്ചു പ്രാർത്ഥനാ മുറിയിലേക്ക് എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് മനോഹരമായ ഒരു ദർശനം എനിക്ക് കാണിച്ചു തന്നു. ആ ദർശനത്തിൽ പരിശുദ്ധാത്മാവ് ഞാനുമായി സംസാരിക്കുവാൻ ഇടയായി. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചു. ആ ആത്മീയ യാത്രയിൽ 3 തിരുവചന ഭാഗങ്ങൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ ആഴമായി വളരുന്നതിനെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു. ആ തിരുവചന ഭാഗങ്ങൾ ദൈവമക്കളായ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൽ വസിക്കുകയും ദൈവത്തിൻ്റെ വചനം എന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുവാൻ പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു. അവിടുത്തെ സ്നേഹത്തിലാണല്ലോ ഞാൻ വളരുന്നത്. അവിടുത്തെ വചനം എന്നിൽ, എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും എന്നെ അവിടുന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങളിലേക്ക് കൊണ്ടുപോയി. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ വാതിൽ തുറന്നു കിട്ടുന്നു. ഞാൻ പറഞ്ഞു, അനേകം ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും തുടർച്ചയായി അങ്ങയോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ സമയത്ത്. എന്നിട്ടും എന്തേ ആയിരങ്ങൾ വീണ്ടും മരിച്ചു വീഴുന്നു? അവിടുത്തെ വളരെ മൃദുലമായ സ്വരം കേൾക്കുവാൻ എനിക്ക് സാധിച്ചു. അവർ ചോദിക്കുന്നത് എന്താണ്? ലൗകിക കാര്യങ്ങളാണോ, ലോകത്തിൻ്റെതായ കാര്യങ്ങളാണോ അവർ ചോദിക്കുന്നത്? അതോ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് വേണ്ടിയാണോ? അവർ അന്വേഷിക്കുന്നത് ആരെയാണ്? അവരുടെ കൂട്ടുകാരെയോ ബന്ധുജനങ്ങളെയോ അതോ മറ്റേതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ ആണോ? അതോ സാക്ഷാൽ ക്രിസ്തുവിനെയാണോ? അവർ മുട്ടുന്ന വാതിലുകൾ ആരുടേതാണ്? മനുഷ്യനിർമ്മിതമായ വാതിലുകളിലാണോ അവർ മുട്ടുന്നത്? അതോ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ആ സുന്ദരമായ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണോ അവർ മുട്ടുന്നത്? 3 ചോദ്യങ്ങൾ. വീണ്ടും അവിടുന്ന് എന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോയി. 14-ാം അധ്യായം 14-ാം വാക്യം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഞാൻ പറഞ്ഞു,
യേശുവിൻ്റെ നാമത്തിലാണല്ലോ എല്ലാ വിശ്വാസികളും ചോദിക്കുന്നത്. എന്തേ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു. അവർ ചോദിക്കുന്നത് സാക്ഷാൽ ക്രിസ്തുവിനോടാണോ? എങ്കിൽ അവർ അവിടുന്ന് വിശ്വസിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തു പറയുന്നത് ചെയ്യും. ക്രിസ്തുവിൻ്റെ സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ സ്നേഹവലയത്തിൽ നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നും എനിക്ക് അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിൽ ഞാൻ എങ്ങനെയാണ് വസിക്കുക? ക്രിസ്തു പറയുന്നത് അനുസരിക്കുക, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ക്രിസ്തുവിനോട് താതാത്മ്യം പുലർത്തുക. ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ഫലപ്രദമായ പ്രാർത്ഥന എങ്ങനെയാണ് ഞാൻ ചൊല്ലേണ്ടത്? മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്കായി ഞാൻ എന്തു ചെയ്യണം? തിരുവചനത്തിൽ ആഴമായി ശ്രദ്ധ ചെലുത്തുക. തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, ക്രിസ്തുവിൽ ഒന്നായി മുന്നോട്ട് പോവുക. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടും. ആ ആഗ്രഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാം എൻ്റെ സ്വന്തമാക്കുവാൻ എനിക്ക് സാധിക്കും. വാസ്തവത്തിൽ ഞാൻ സ്വന്തമാക്കുകയല്ല, ക്രിസ്തു അവയെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ നാം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്: ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവിടുന്നിൽ വസിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇന്നേ ദിവസം അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനേക്കാളും കൂടുതലായി, എല്ലാ വ്യക്തികളെക്കാളും കൂടുതലായി അവിടുത്തെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന യഹോവയായ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. ആമേൻ.